പി ജെ വിൻസെന്റ് അധികാരമേറ്റ ട്രംപ് എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രശ്നമായി നിൽക്കുന്ന പശ്ചിമേഷ്യയിലേക്ക് നോക്കി കൊള്ളാം, ഇത് കടലിനെ ഫ്രണ്ടേജാക്കി നമുക്കിവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് നഗരം അങ്ങ് പണിഞ്ഞേക്കാം, ഗാസക്കാരൊക്കെ എങ്ങോട്ടേക്കും പോ എന്നൊക്കെ പറയുന്ന എന്താണ് വിവരക്കേട് പറയുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. ആ ചെയ്തു കൂട്ടുന്നതിൽ ഒന്നായി വേണോ ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും അണിയിച്ച് ഇങ്ങോട്ടേക്ക് അയക്കൽ മാത്രമാണോ? അതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് ലോകത്തെ മുഴുവൻ കാണിക്കുക എന്ന് പറയുന്ന നടപടി എന്തുകൊണ്ടാണ്? എന്തിനാണ് ആ സാഡിസം? ട്രംപിൻ്റെ നയങ്ങൾ അസാധാരണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പനാമ കരാർ തിരിച്ചെടുക്കും, ഗ്രീൻലാൻഡ് സ്വന്തമാക്കും, കാനഡയെ അമേരിക്കയോട് ചേർക്കും, ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തി. ഇപ്പോൾ ഗസയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ വി ഓൺ ഗസ എന്നാണ്, വി വിൽ ഹാവ് ഇറ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഗസ ഞങ്ങൾ സ്വന്തമാക്കും, അവിടെ ടൂറിസത്തിൻ്റെ പ്രതീക്ഷയാക്കും, അങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾക്ക് അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് നടന്ന സംഭവം വളരെ കൃത്യമായി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇന്ത്യക്കാരെ അറിയിച്ചിട്ടുണ്ട്. ജനുവരി 20-ന് അദ്ദേഹം വൈറ്റ് ഹൗസിൽ പ്രവേശിച്ച സമയത്ത് ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അവിടെ പങ്കെടുത്തിരുന്നു. ഡിപ്പോർട്ടേഷൻ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ചർച്ച ചെയ്തതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങളിൽ ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഓവർ ടെലിഫോൺ നരേന്ദ്രമോദിയുമായിട്ട് ഡിപ്പോർട്ടേഷൻ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊസീജിയർ സംബന്ധിച്ച് എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം വളരെ കൃത്യമായി ഇന്ത്യൻ ഭരണ നേതൃത്വത്തെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ട്. മോഡി ഫ്രണ്ട് ആയതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ചും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ തമ്മിൽ വളരെ നല്ല സൗഹൃദവുമാണ്. മൈ ഫ്രണ്ട് എന്ന് മോഡി പറയുന്നു. ട്രംപിൻ്റെ പ്രസ്താവന സമീപകാലത്ത് വന്ന ഫാൻറ്റാസ്റ്റിക് എന്ന പ്രയോഗം നടത്തി, മോഡി ഈസ് ഫാൻറ്റാസ്റ്റിക്. അങ്ങനെയൊക്കെയുള്ള പേഴ്സണൽ ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യൻ പൗരന്മാരെ ട്രീറ്റ് ചെയ്തത് ഇൻഹ്യൂമൻ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദി മൈഗ്രൻ്റ് വർക്കേഴ്സ്. അത് നിരവധി രാജ്യങ്ങൾ, അമേരിക്കയും ഇന്ത്യയും അടക്കമൊക്കെ ഒപ്പിട്ട ഒരു കരാറാണ്. അത് പ്രകാരം മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ കൺവെൻഷൻ ഓൺ മൈഗ്രേഷൻ, അഭയാർത്ഥികളെ സംബന്ധിച്ചും ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ സംബന്ധിച്ചുമുള്ള ഇൻ്റർനാഷണൽ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിലൊന്ന് നോ കളക്റ്റീവ് എക്സ്പെൻഷൻ എന്നാണ്. ഇവരെല്ലാം കൂട്ടത്തിൽ പിടിച്ച് എല്ലാവരെയും കൂടെ പുറത്താക്കാൻ സാധിക്കില്ല. മാത്രമല്ല അത് ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കണം അവരെ കയറ്റി അയക്കുന്ന സമയത്ത്. അതുപോലെ ഇൻഡിവിജ്വൽ റിവ്യൂവിനുള്ള റൈറ്റ്സ് ഉണ്ട്. അവരെ കേൾക്കാൻ തയ്യാറാണ്. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി കേൾക്കാൻ തയ്യാറാവണം. ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന ഓരോ അഭയാർത്ഥിയെന്നോ അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസിനോ അനധികൃത കുടിയേറ്റക്കാരൻ ആരാണെങ്കിലും അവരെ ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ ഇൻഡിവിജ്വലായിട്ട് കേൾക്കാൻ തയ്യാറാണ്. ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം 1,75,000-ഓളം ആളുകൾ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിലുണ്ട് എന്നാണ് പ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കുകൾ അവരിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ വിസ കാലാവധി കഴിഞ്ഞിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ തുടരുന്ന ആളുകളുണ്ട്. വർക്ക് വിസയിൽ പോയി അവിടെ തുടരുന്ന ആളുകളുണ്ട്. അതുപോലെ മലയാളത്തിൽ വന്ന സിനിമ നമുക്കെല്ലാവർക്കും അറിയാം, മെക്സിക്കൻ അപാരത. ആ സിനിമയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇതാണല്ലോ. മെക്സിക്കൻ അതിർത്തിയിലൂടെ കാടും വീടും കടന്ന് അമേരിക്കയിലേക്ക് കടന്നുകൂടിയ ഈ മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ സഹായത്തിൽ അമേരിക്കയിലേക്ക് പ്രവേശിച്ചവരുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അവരെ തിരിച്ചിങ്ങോട്ട് അയക്കണം. ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ എസ് ജയശങ്കർ പറയുന്നത് നോക്കൂ, ഇഫ് വി ആർ ഷുവർ ദാറ്റ് ദേ ആർ അവർ സിറ്റിസൺസ് വി ഹാവ് ഓൾവേസ് ബീൻ ഓപ്പൺ ടു ദർ ലെജിറ്റിമേറ്റ് റിട്ടേൺ ടു ഇന്ത്യ. എസ് ജയശങ്കറിൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ അവർ ഇന്ത്യൻ പൗരന്മാരാണ് എങ്കിൽ, അവർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ വിമാനത്തിൽ ഇത്രയും ആളുകൾ ഇന്ത്യയിൽ എത്തിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് ഇന്ത്യക്ക് തീർച്ചയുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ നമുക്ക് തീർച്ചയുണ്ടെങ്കിൽ അവരെ മാന്യമായി ഇന്ത്യയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്കെതിരെ ഇൻഹ്യൂമനായിട്ടുള്ള ഒരു പെരുമാറ്റമുണ്ടായാൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ നമ്മൾ തയ്യാറാവണം. അവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് നമുക്കും അമേരിക്കയ്ക്കും ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ആ വിമാനം ഇന്ത്യയിൽ പറന്നിറങ്ങിയത്. അപ്പോൾ ഇന്ത്യയിലെ പൗരന്മാരോട് ഈ രാജ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതാണ്. അവരെ മറ്റൊരു രാജ്യം വളരെ മോശമായി ട്രീറ്റ് ചെയ്താൽ, അന്താരാഷ്ട്ര കൺവെൻഷനുകൾ അടക്കം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായി അവരോട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും
അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യയിൽ നിന്നുണ്ടാവണം. അമേരിക്കയിൽ ഇത്തരം പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഈ ഗണ്ടനാമോ തടങ്കൽ പാളയം ലോകത്തിലെ അതിഭീകരമായ തടങ്കൽ പാളയത്തിലൊന്നാണ്. അവിടെ വെച്ച് നഗ്നനായിട്ടുള്ള ഒരു തടവുകാരനെ ലിൻഡ എന്ന വനിതാ മിലിറ്ററി ഓഫീസർ ഒരു നായ ഉപയോഗിച്ച് പീഡിപ്പിക്കുന്ന രംഗം വൈറലായിരുന്നു ലോകത്തെമ്പാടും. അവരെ അമേരിക്കൻ നിയമം ഉപയോഗിച്ച് തന്നെ അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുത്ത രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അത്തരമൊരു രാജ്യമാണ് കൈക്കും കാലിനും വിലം കെട്ട ആളുകളെ ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത്. ഇതിൽ ഒരേ ഒരു കാര്യം മാത്രം വളരെ പ്രസക്തമാണ്. ഈ കയറ്റി അയക്കുന്ന ആളുകൾ ഹെയ്നസ് ക്രൈം ചെയ്ത ആളുകളാണെങ്കിൽ, ടെററിസ്റ്റുകളാണെങ്കിൽ, കൈ അഴിച്ചു വിടുകയോ കാലഴിച്ചു വിടുകയോ ചെയ്താൽ തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ കുത്തിക്കൊല്ലുന്ന അത്ര ബോൺ ക്രിമിനൽസ് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും അമേരിക്കൻ രേഖയിലില്ല. അവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നതിനപ്പുറത്തേക്ക് ഒരു കേസും അവരുടെ പേരിൽ ചാർജ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവർ അനധികൃതമായി അമേരിക്കയിൽ പ്രവേശിച്ചവരാണ് എന്ന ചാർജാണ് അവരുടെ പേരിലുള്ളത്. അവരെ മാന്യമായി ഇന്ത്യയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. 2009 മുതൽ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നു വരുന്നതാണ്. അതിൻ്റെ കണക്ക് ഓരോ വർഷവും എത്ര ആളുകളെ വെച്ചു ഇങ്ങോട്ട് കടത്തിവിട്ടു എന്ന കാര്യം ജയശങ്കർ അവതരിപ്പിക്കുകയുണ്ടായി. 2016 അത് 1000 കവിയുന്നത്. പക്ഷേ അവരെ എങ്ങനെ കൊണ്ടുവന്നു എന്ന ചോദ്യം പാർലമെൻറ്റ് അംഗങ്ങൾ ഉയർത്തി. അത് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗം ജോൺ ബ്രിട്ടാസ് കൂടിയുണ്ട്. അദ്ദേഹം അടക്കം ആ ചോദ്യത്തിൻ്റെ ഭാഗമായി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ജയശങ്കർ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത ആളുകളെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? അവരെ വിമാനത്തിലാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവരെ കേട്ടിരുന്നോ? മാസ് ഡിപ്പോർട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഏതായാലും ഇതിനകത്ത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ അത് രാജ്യത്തിൻ്റെ നേതാക്കൾ തമ്മിലുള്ള വളരെ സൗഹൃദമോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമോ ഇതൊക്കെ പ്രതിഫലിക്കേണ്ടത് ഈ രാജ്യത്തിലെ പൗരന്മാരെ പരസ്പരം എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ വന്ന് കുറ്റകൃത്യം ചെയ്ത അമേരിക്കക്കാരുണ്ട്. അവരെ ഇന്ത്യ മാന്യമായി ട്രീറ്റ് ചെയ്യും. ഇന്ത്യൻ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും അത് കൈകാര്യം ചെയ്യുക. അതുപോലെ അമേരിക്കയിൽ അഭയാർത്ഥികളെ പോയ ആളുകളുടെയും അവരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോഴും അവരെ കൈകാര്യം ചെയ്യുമ്പോഴും മാന്യമായിട്ട് കൈകാര്യം ചെയ്യണം. ഒരു ക്രിമിനലായ അമേരിക്കൻ പൗരനെ കയ്യും കാലം കിട്ടി അങ്ങോട്ടേക്ക് വിട്ടാൽ എന്താകും ട്രംപിന്റെ പ്രതികരണം? നമുക്ക് ഊഹിക്കാം. ഞാൻ അങ്ങനെ